മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മകളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മകളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓടിത്തുടങ്ങി, പക്ഷേ സ്ഥിരതയോടെ ഓടണം. ഇടയ്ക്ക് ഓട്ടം നിർത്തരുത്. ഓട്ടം ആരംഭിച്ചു, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു, കുറച്ചെല്ലാം മുന്നോട്ട് പോയി, ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഇനി ഞാൻ കോപിക്കില്ല, നല്ല തീരുമാനമാണ്. ഇനി ഞാൻ മദ്യപിക്കില്ല, വളരെ ഉചിതമായ തീരുമാനമാണ്. ഇനി ഞാൻ വഴക്കടിക്കില്ല, എന്തൊരു ഭാഗ്യം ആ തീരുമാനം. ഇനി ഞാൻ എൻ്റെ കുടുംബത്തിൽ ആർക്കും വേദന വരുത്തുകയില്ല, എന്തൊരു ഭാഗ്യകരമായ തീരുമാനം. ഞാൻ മൂലം ലോകത്ത് മറ്റൊരാൾ ഇനിമേൽ ദുഃഖിക്കാൻ ഇടവരികയില്ല. ഓ, എന്ത് ഭാഗ്യപൂർണമായ തീരുമാനം. പ്രിയപ്പെട്ടവരെ, ചില തീരുമാനങ്ങൾ എടുത്തു. ഇനി ഞാൻ എന്നും കൃത്യമായി പ്രാർത്ഥിക്കും, ഭാഗ്യകരമായ തീരുമാനം. ഇനി ഞാൻ ബൈബിൾ വായിക്കും, കൃത്യമായി വായിക്കും. ഇനി ഞാൻ കൂട്ടായ്മ യോഗങ്ങൾ മുടക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആർത്തി കൊണ്ട് ഞാൻ ഓടും. വചനം കേൾക്കുക മാത്രമല്ല, വചനപ്രകാരം ഞാൻ ജീവിക്കും. വചനം എന്നെ നയിക്കുന്നത് ഞാൻ അനുഭവിക്കും. നല്ല നല്ല തീരുമാനങ്ങൾ. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്, മാനസാന്തരം ലഭിക്കുകയാണ്, മനപരിവർത്തനം കിട്ടുകയാണ്, സ്വഭാവത്തിൽ ഒരു മാറ്റം കിട്ടുകയാണ്. നല്ലതാണ്, അതാണ് ഭാഗ്യം. മറ്റെന്തെല്ലാം ഭാഗ്യങ്ങളുണ്ട്? എല്ലാം താൽക്കാലികമായ ഭാഗ്യങ്ങൾ, എല്ലാം ക്ഷണികമായ സൗഭാഗ്യങ്ങൾ. എന്നാൽ നിലനിൽക്കുന്ന ഭാഗ്യം എന്ത്? ക്രിസ്തുവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കുക, എന്തൊരു ഭാഗ്യം. ക്രിസ്തു പ്രസാദിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുക, എന്തൊരു ഭാഗ്യം. ഞാൻ മൂലം മറ്റുള്ളവർക്ക് നീമേൽ ആശ്വാസം ലഭിക്കും, നല്ല തീരുമാനം. ഞാൻ മൂലം എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ഞാൻ ഇടപഴകുന്നിടത്ത് എല്ലായിടത്തും ഞാൻ മൂലം മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കും, ശാന്തി ലഭിക്കും. ഞാൻ എവിടെയും ഒരു പ്രോബ്ലം സോൾവറായിരിക്കും, നല്ല തീരുമാനമാണ്. സ്നേഹിതരെ, ഈ 2 തരം ആളുകളുണ്ടെന്ന് പറയും, പ്രോബ്ലം മേക്കേഴ്സ് ആൻഡ് പ്രോബ്ലം സോൾവേഴ്സ്. 2 തരം ആളുകൾ: പ്രശ്നം ഉണ്ടാക്കുന്നവർ, പ്രശ്നം പരിഹരിക്കുന്നവർ. ഞാൻ ഇനി എന്നും പ്രശ്നം പരിഹരിക്കുന്നയാളായിരിക്കും. ഇനി ഞാൻ മൂലം ഒരിടത്തും, എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ നാം മൂലം? നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ നാം മൂലം? നമ്മുടെ മാതാപിതാക്കൾ കരയാൻ ഇടവന്നിട്ടില്ലേ നാം മൂലം? മക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾ ഏങ്ങലടിച്ചിട്ടില്ലേ നിങ്ങളുടെ പ്രവർത്തനം മൂലം, നിങ്ങളുടെ പെരുമാറ്റം മൂലം, നിങ്ങളുടെ സംസാരം മൂലം? മോളെ, നീ ചിന്തിക്കൂ. നിൻ്റെ ഭർത്താവ് മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടാവില്ലേ നിൻ്റെ ചില സംസാര രീതികൾ മൂലം, നിൻ്റെ ചില മനോഭാവങ്ങൾ മൂലം, നിൻ്റെ ചില പെരുമാറ്റങ്ങൾ മൂലം? നിൻ്റെ അമ്മായിയമ്മയോടുള്ളതായ നിൻ്റെ കുറേ വാശിയും വഴക്കും ശാഠ്യവും ഇഷ്ടക്കേടും മുഷിച്ചിലും നീരസവും കയ്പും പുകയുന്ന പ്രവർത്തനങ്ങളും പെരുമാറ്റവും സംസാരവും മൂലം ഭർത്താവ് ഏങ്ങലടിച്ചിട്ടില്ലേ? മോനെ, നീ ചിന്തിക്കൂ. നിൻ്റെ ഭാര്യ ഉറക്കമില്ലാത്ത രാവുകൾ കഴിക്കേണ്ടി വന്നിട്ടില്ലേ? നിൻ്റെ കോപം, കോപാക്രാന്തമായ പെരുമാറ്റം, നിൻ്റെ ക്രോധം, ജ്വലിക്കുന്ന ക്രോധം, ജ്വലിക്കുന്ന ദേഷ്യം, പാവം നിൻ്റെ ഭാര്യയും നിൻ്റെ കുഞ്ഞുങ്ങളും വിതുമ്പി കരയാൻ ഇടവന്നിട്ടില്ലേ? ഉണ്ട്. അനേകർക്ക് പ്രശ്നമായവരാണ്, പ്രോബ്ലം മേക്കേഴ്സാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. തീരുമാനം, നല്ല തീരുമാനം. ഞാൻ ഇനിമേൽ ഒരു പ്രോബ്ലം മേക്കർ ആയിരിക്കില്ല, ഞാൻ ഇനിമേൽ ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെക്കുറിച്ച് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മലപ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്തൊരു ഭാഗ്യമാണത്! സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, ഞാൻ മൂലം എൻ്റെ ഭർത്താവിന് സമാധാനമുണ്ടാകും,
ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾക്ക് സമാധാനമുണ്ടാകും. ഞാൻ മൂലം എൻ്റെ മക്കൾക്ക് സമാധാനമുണ്ടാകും. ഞാൻ മൂലം എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമുണ്ടാകും. ഞാൻ മൂലം എൻ്റെ മുതിർന്ന ആളുകൾക്ക്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എൻ്റെ ബോസിന് മാത്രമല്ല, എൻ്റെ സുപ്പീരിയേഴ്സിനെല്ലാം സമാധാനമുണ്ടാകും. മാത്രമല്ല, ഞാൻ മൂലം എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സബോർഡിനേറ്റ്സിന് എല്ലാവർക്കും, എന്നോടുകൂടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവർക്ക് സമാധാനമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നല്ല നല്ല തീരുമാനങ്ങളാണ്. അങ്ങനെ തീരുമാനമെടുത്ത് അനേകരിവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. അനേകർ നല്ല നല്ല തീരുമാനങ്ങൾ, സ്വർഗം മുദ്രവെച്ച തീരുമാനങ്ങൾ, സ്വർഗം ആനന്ദിച്ച തീരുമാനങ്ങൾ, സ്വർഗീയ ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തിയ തീരുമാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നല്ല നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലനിൽക്കുന്നുണ്ടോ? സ്ഥിരതയോടെ ഓടിയിട്ടുണ്ടോ? അതോ വീണുപോയോ? ചില തീരുമാനങ്ങൾ പതറിപ്പോയോ? വീണ്ടും പാപം വന്നുവോ? വീണ്ടും കോപം വന്നുവോ? വീണ്ടും പിണക്കം വന്നുവോ? വീണ്ടും അനൈക്യം വന്നുവോ? വീണ്ടും അസ്വസ്ഥതയ്ക്ക് കാരണമുണ്ടായോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. വീണ്ടും അഴുക്ക് ബന്ധങ്ങളിലേക്ക് വഴുതിപ്പോയോ? വീണ്ടും അശുദ്ധ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയോ? വീണ്ടും നിങ്ങളുടെ ജീവിതം മൂലം മറ്റുള്ളവർ ദുഃഖിക്കത്തക്കവണ്ണം ഉള്ളതായ കേടുകളും കെടുതികളും ഉണ്ടായോ? ശാന്തമായി നിങ്ങൾ ശോധന ചെയ്യൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഐ ഷുഡ് നോട്ട് എവർ ബി എ പ്രോബ്ലം മേക്കർ, ഐ ഷുഡ് എവർ ബി എ പ്രോബ്ലം സോൾവർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി എക്കാലത്തും ഒരു പ്രോബ്ലം സോൾവറായിരിക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കൂ. തീരുമാനങ്ങൾ എടുത്തു, ആ തീരുമാനങ്ങൾ നിങ്ങൾ പാലിക്കൂ. എന്താണ് പറഞ്ഞത്? ആകയാൽ നാമും ഓടുക. എങ്ങനെ ഓടണം? ആകയാൽ നാമും സ്ഥിരതയോടെ ഓടുക. എന്താണ് കാരണം? സാക്ഷികളുടെ വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ, പഴയ നിയമ വിശുദ്ധന്മാരുടെ നിരയെ അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിക്കുകയാണ്. അങ്ങ് ആദ്യം മുതലേ ഓരോ വിശുദ്ധന്മാർ, ഹാബേൽ മുതൽ, ഹാനോക്ക് മുതൽ, നോഹ മുതൽ, അബ്രഹാം മുതൽ, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, യോശുവ, ഇഫ്താഹ്, ശിംശോൻ, ദാവീദ് എന്നിങ്ങനെ അനേകം സാക്ഷികളുടെ വലിയൊരു പട്ടിക, വിശുദ്ധന്മാരുടെ നിരകൾ അവതരിപ്പിച്ചതിന് ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ നാമും സ്ഥിരതയോട് ഓടുക. എങ്ങനെ? ഈ സാക്ഷികളുടെ സമൂഹമെല്ലാം, വിശുദ്ധന്മാരെല്ലാം അവർ ഓട്ടമോടി തികച്ചതുപോലെ, അവർ സ്ഥിരതയോടെ ഓടിയതുപോലെ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത 5-ാമത്തെ കാര്യം അതാണ്. എന്താണ് ദൈവം ചെയ്തത്? അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഗമനത്തെ സ്ഥിരമാക്കി. ദാവീദ് ഒരു കാര്യം ചെയ്തു, നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു. ദൈവം 6 കാര്യം ചെയ്തു. ദൈവം ചെയ്ത 1-ാമത്തെ കാര്യം, നാശകരമായ കുഴിയിൽ നിന്നും ദൈവം ദാവീദിലേക്ക് ചാഞ്ഞു. 2-ാമത്തെ കാര്യം, ദൈവം ദാവീദിൻ്റെ നിലവിളി കേട്ടു. 3-ാമത്തെ കാര്യം, ദൈവം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദാവീദിനെ കയറ്റി. 4-ാമത്തെ കാര്യം, ദൈവം ദാവീദിൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. 5-ാമത്തെ കാര്യം, ദാവീദിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ. ചാഞ്ചാടിപ്പോകരുത്, വാടിപ്പോകരുത്, മുന്നോട്ട് വെച്ച കാല് പിറകോട്ട് വയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, വളരെ വിസ്തൃതമായ പുസ്തകമാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ്. ഏംഗൽസ് എഴുതിയൊരു പുസ്തകമാണ്. സുപ്രസിദ്ധ താത്വികാചാര്യനായ ഏംഗൽസ് എഴുതിയതാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ്. ഒരു ചുവട് മുന്നോട്ട്, പക്ഷേ അടുത്ത് 2 ചുവട് പിറകോട്ട്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര? ഒരു ചുവട് മുന്നോട്ട് വെച്ചു, പിന്നെ 2 ചുവട് പുറകോട്ട്, പിന്നെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു, പിന്നെ 2 ചുവട് പുറകോട്ട്. എന്താണ്? പുറകോട്ട് ഓരോ ചുവട് വയ്ക്കുന്നു. പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാല്, പക്ഷേ അതിൽ ഇരട്ടി പുറകോട്ട് വയ്ക്കുകയാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം വിശ്വാസികൾ അങ്ങനെയാണ്. തീരുമാനമെടുത്ത ദൈവമക്കൾ അനേകർ 1 സ്റ്റെപ്പ് ഫോർവേഡ്,
പക്ഷേ 2 സ്റ്റെപ്സ് ബാക്ക്വേഡാണ്, പുറകോട്ട് നടക്കുകയാണ്. അവരറിയുന്നില്ല. കാരണം കൂട്ടായ്മയിൽ വരുമ്പോൾ ചില തീരുമാനങ്ങൾ വരും, ദൈവവചനം കേൾക്കുമ്പോൾ ചില ഉടമ്പടികൾ എടുക്കും, ചിലപ്പോൾ വളരെ കാര്യമായി പ്രാർത്ഥിക്കും, ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു വീര്യം കിട്ടും, ചിലപ്പോൾ ഒരു നല്ല സന്തോഷം കിട്ടും, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരും, അപ്പോൾ സ്തുതിക്കാൻ തോന്നും. നല്ലത് 1 സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. പക്ഷേ അടുത്തെന്തു സംഭവിക്കുന്നു? അടുത്ത 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുകയാണ്. സ്നേഹിതരെ, അരുത്. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്ക്. സ്ഥിരതയോടെ മുന്നോട്ട് പോകൂ. എന്തെല്ലാം നല്ല നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു, അതിൽ നിന്ന് പതറരുത്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിങ്ങൾ വാടിപ്പോകരുത്, അതിൽ നിങ്ങൾ മങ്ങിപ്പോകരുത്, നിങ്ങളാരും മയങ്ങിപ്പോകരുത്. മുന്നോട്ട് പോയിക്കൊള്ളൂ, സ്ഥിരതയോടെ പോയിക്കൊള്ളൂ. ഗമനം സ്ഥിരമാക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് കരയുന്നവരുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും എനിക്ക് ജയജീവിതം ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഞാനെടുത്ത തീരുമാനം പാലിക്കാൻ കഴിഞ്ഞില്ല, ഇനി എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് സാധിക്കില്ല, എന്നെപ്പോലുള്ളൊരാൾക്ക് സാധിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് മടുത്തുപോയ ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മകനെ, നിന്നോട് പറയട്ടെ, നീ മടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മടുപ്പ് മാറ്റി നിനക്ക് നവോന്മേഷം തരാൻ, നിനക്ക് പുതിയ ഊർജ്ജസ്വലത തരാൻ കരുണയുള്ള കർത്താവ് ഇന്ന് നിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിന്നെ വീര്യം ധരിപ്പിക്കുകയാണ്, അവൻ നിനക്ക് ബലം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് 10 പേര് പറഞ്ഞപ്പോൾ 2 പേര് പറഞ്ഞു നമ്മെക്കൊണ്ട് സാധിക്കുമെന്ന്. അല്ല സഹോദരങ്ങളെ, നിങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത്? എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് നിങ്ങൾ 2 പേരോ 10 പേരോ അല്ല, അനേകം പേരാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ചെന്ന് അത് കൈവശമാക്കുക എന്ന് യോശുവയും കാലേബും പറഞ്ഞു. നാം ചെന്ന് അത് കൈവശമാക്കുക. സംഖ്യാപുസ്തകം 14-ാം അധ്യായം വായിച്ചു നോക്കൂ, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം വായിച്ചു നോക്കൂ. അപ്പോൾ കാണാം, ഈ 2 പുസ്തകങ്ങളിലും കാണാം, കാലേബും യോശുവയും പറഞ്ഞു നാം ചെന്ന് അത് കൈവശമാക്കുക. എന്നാൽ മറ്റ് 10 പേര് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ 10 പേര് പറഞ്ഞു നമ്മെക്കൊണ്ട് സാധ്യമല്ല. അവിടെയുള്ള മല്ലന്മാർ അതികായന്മാരാണ്, അവരെ കീഴടക്കാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ ഭീകര രൂപികളുണ്ട്, അവിടെ ഘോര രാക്ഷസന്മാരുണ്ട്. അവരെ ജയിക്കാൻ നമ്മെക്കൊണ്ട് പറ്റുമോ? നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഇങ്ങനെയാണ് ആ 10 പേര് പറഞ്ഞത്. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു, അവരെ ജനത്തിന് മുമ്പിൽ അടക്കി നിർത്തിയിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറയണ്ട, നാം ചെന്ന് അത് കൈവശമാക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ഈ ഒരു നിഗമനത്തിലേക്കും തീരുമാനത്തിലേക്കും വരിക. നാം ചെന്ന് അത് കൈവശമാക്കുക. നമുക്ക് വെട്ടിപ്പിടിക്കാൻ ടെറിട്ടറീസ് ഉണ്ട് പ്രിയരെ, നമുക്ക് ജയിച്ച് കീഴടക്കാൻ പ്രദേശങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിയുക. അനേകം ടെറിട്ടറീസ് കീഴടക്കാനുണ്ട്. എന്താണ് ഈ ടെറിട്ടറീസ്? എന്താണ് ഈ പ്രദേശങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ ഭൂപ്രദേശങ്ങൾ? പാവപ്പെട്ട മനുഷ്യൻ ജയിച്ച് കീഴടക്കേണ്ട ഭൂപ്രദേശങ്ങൾ ഏതാണ്? ഇന്ന് പിശാച് കൊടികുത്തി വാഴുന്ന ചില രംഗങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. സാത്താൻ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ചില പ്രദേശങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്, പലരുടെയും ഹൃദയത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. നീതിമാനായ യോബിനെ പോലും പരീക്ഷിച്ച് അവകാശം പറഞ്ഞ പിശാച് നമ്മെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോശയുടെ ശരീരത്തെക്കുറിച്ച് പോലും വാദിക്കാൻ വന്ന പിശാച് പാവപ്പെട്ട നമ്മെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവമക്കളെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ അവനൊരു വ്യക്തിയാണ്, അവനൊരു ശക്തിയാണ്, അവൻ ഈവിൾ ഫോഴ്സാണ്, അവൻ ഈവിൾ പേഴ്സണാണ്, അവനൊരു ശക്തിയാണ്, അവനൊരു വ്യക്തിയാണ്. സാത്താൻ നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നാം ചെന്ന് അത് കൈവശമാക്കുക. എനിക്ക് ജയിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? എൻ്റെ കരുണയുള്ള കർത്താവ് ജയിച്ചു. അവൻ ശത്രുവിൻ്റെ തല തകർത്തു. അവൻ ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ചു. അവൻ കുരിശിന്മേൽ അവനെ പരസ്യമായ കാഴ്ചയാക്കി. അവനെ തോൽപ്പിച്ചിട്ട്, അവൻ്റെ ആയുധവർഗം വെപ്പിച്ചിട്ട് അവനെ പരസ്യമായ കാഴ്ചയാക്കി. കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. സാത്താനെ ജീവനുള്ള ക്രിസ്തു എന്തു ചെയ്തു? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായ നിങ്ങളെയും
അവനോടുകൂടെ ജീവിപ്പിച്ചു. ക്രിസ്തു നിങ്ങളെ ജീവിപ്പിച്ചു. നിങ്ങൾ പാപങ്ങളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ പ്രമാണങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. മലയാള ബൈബിൾ വായിക്കുമ്പോൾ മുഴുവനങ്ങ് മനസ്സിലാവില്ല. എന്താണ്? കേൾക്കൂ. യു വെർ ഡെഡ് ഇൻ സിൻസ് ആൻഡ് യുവർ സിൻഫുൾ ഡിസയേഴ്സ് വെർ നോട്ട് എറ്റ് കട്ട് അവേ. നിങ്ങളുടെ പാപത്തിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്ന് ഛേദിക്കപ്പെട്ടിരുന്നില്ല. നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു. Then he gave you a share in the very life of Christ. നിത്യനായ ദൈവം ക്രിസ്തുവിൻ്റെ അതേ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഷെയർ തന്നു, നിങ്ങൾക്കൊരു വീതം തന്നു. ക്രിസ്തുവിൻ്റെ ജയജീവിതത്തിൽ നിങ്ങൾക്കൊരു പങ്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. Then he gave you a share in the very life of Christ, for he forgave all your sins and blotted out the charges proved against you, the list of his commandments which you had not obeyed. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ പോയതെല്ലാം ദൈവം മായിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ബ്ലോട്ടഡ് ഔട്ട് ഓൾ യുവർ സിൻസ്. മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളൊക്കെയും അവൻ ബ്ലോട്ടഡ് ഔട്ട്, അവൻ മായിച്ചു തന്നു. എങ്ങനെ മായിച്ചു തന്നു? ദൈവത്തിന് സ്തോത്രം. സാത്താൻ നിങ്ങൾക്കെതിരായി നിരത്തി വെച്ച ചാർജെല്ലാം ദൈവം മായിച്ചു തന്നു. നിങ്ങൾക്കെതിരെ പിശാച് കൊണ്ടുവന്ന ചാർജസ് എല്ലാ ചാർജും കർത്താവ് മായിച്ചു തന്നു. ദൈവമക്കളെ, ആനന്ദിക്കാൻ വിഷയമില്ലേ? ദൈവത്തിന് സ്തോത്രം. For he forgave all your sins and blotted out the charges proved against you. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരായി തെളിയിക്കപ്പെട്ട ചാർജുകളെല്ലാം കരുണയുള്ള കർത്താവ് ക്രൂശിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടോ ദ ലിസ്റ്റ് ഓഫ് ഹിസ് കമാൻഡ്മെന്റ്സ് വിച്ച് യു ഹാഡ് നോട്ട് ഒബെയ്ഡ്. നിങ്ങൾ അനുസരിക്കാതിരുന്ന ദൈവത്തിൻ്റെ ആ കൽപ്പനകളുടെ ലിസ്റ്റും ഇതാ മുഴുവനും മായിച്ചു തന്നു. അനുസരണക്കേടെല്ലാം മായിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഹീ ടുക്ക് ദിസ് ലിസ്റ്റ് ഓഫ് സിൻസ്. ആ പാപത്തിൻ്റെ ലിസ്റ്റ് ക്രിസ്തു എടുത്തു. പാപത്തിൻ്റെ ലിസ്റ്റ് ക്രിസ്തു എടുത്തിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. ആൻഡ് ഡിസ്ട്രോയിഡ് ഇറ്റ് ബൈ നെയിലിംഗ് ടു ക്രൈസ്റ്റ് ക്രോസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നെയിൽ ചെയ്തു. നിങ്ങളുടെ പാപത്തിൻ്റെ ലിസ്റ്റ് കരുണയുള്ള കർത്താവ് ക്രിസ്തു എടുത്തിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നെയിൽ ചെയ്തു. അത് ക്രൂസിലേക്ക് ആണിയടിച്ച് തകർത്തു. ക്രിസ്തുവിൻ്റെ കയ്യിൽ ആണിയടിച്ചു എന്നല്ലേ നമ്മൾ പറയുന്നത്? അവൻ്റെ കാലിൽ ആണിയടിച്ചു എന്നല്ലേ നമ്മൾ കണ്ടത്? സഹോദരങ്ങളെ, നമ്മുടെ പാപത്തിൻ്റെ ലിസ്റ്റാണ് ക്രൂസിൽ ആണിയടിച്ച് ചേർത്തത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, സന്തോഷിക്കാൻ വകയില്ലേ? സ്തുതിക്കാൻ വകയില്ലേ? ആനന്ദിച്ചാർക്കാൻ വകയില്ലേ? എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് കരുണയുള്ള ക്രിസ്തു എടുത്തിട്ട് അത് ക്രൂസിൽ അങ്ങോട്ട് തറച്ചു. എന്നിട്ടോ ദൈവത്തിന് സ്തോത്രം. ഹി ടുക്ക് ദിസ് ലിസ്റ്റ് ഓഫ് സിൻസ്. എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് അവൻ എടുത്തിട്ട് ഹി ഡിസ്ട്രോയിഡ് ഇറ്റ് ബൈ നെയിലിംഗ് ടു ക്രൈസ്റ്റ് ക്രോസ്. ഇൻ ദിസ് വേ, അങ്ങനെ God took away Satan's power to accuse you of your sins. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങളെ അക്യൂസ് ചെയ്യാൻ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പിശാച് ഉപയോഗിച്ചതായ ദൈവത്തിന് സ്തോത്രം. ഇൻ ദിസ് വേ ഗോഡ് ടുക്ക് അവേ സൈറ്റൻസ് പവർ. പിശാചിൻ്റെ ശക്തി, അവൻ്റെ അധികാരം, നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള അവൻ്റെ അധികാരത്തിൻ്റെ വകയായി നിങ്ങളിലുള്ള പാപങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? ഇൻ ദിസ് വേ ഗോഡ് ടുക്ക് അവേ സൈറ്റൻസ് പവർ ടു അക്യൂസ് യു ഓഫ് സിൻസ് ആൻഡ് ഗോഡ് ഓപ്പൺലി ഡിസ്പ്ലേസ് ടു ദ ഹോൾ വേൾഡ് ക്രൈസ്റ്റ് triumph at the cross where your sins were all taken away. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് കേട്ടത് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇംഗ്ലീഷ് ബൈബിളിലത് എത്ര കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു നേടിയ ജയം അത് പരസ്യമായി പ്രദർശിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. സാത്താന് കിട്ടിയ പരാജയം അത് പരസ്യമായി പ്രദർശിപ്പിച്ചു. അതാണ് ക്രൂശ്. സഹോദരങ്ങളെ, ആ ക്രൂശ്
ചരിത്രത്തിലൊരു സംഭവമാണ്, പക്ഷേ അത് യുഗപരിപാടിയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പിരിയാ ബന്ധമാണ്. പാപിക്ക് ദൈവത്തോട് പിരിയാ ബന്ധം തരികയാണ്. പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യന് നിത്യനായ ദൈവത്തോട് പിരിയാ ബന്ധം തരികയാണ്. പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയുമെന്ന് മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവിൻ്റെ സ്നേഹം മകൾ സ്നേഹം എന്ന് പാടിയ പാട്ടുകാരൻ ആനന്ദതുന്തിലനായി സങ്കീർത്തനം ആലപിച്ചു. എന്താണ്? പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. ദൈവവൈതലേ, ഈ പിരിയാ ബന്ധത്തിലേക്ക് വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിനോടുള്ള പിരിയാ ബന്ധം, നിന്റെ പാപങ്ങളുടെ ലിസ്റ്റ് അത് ക്രൂശന്മേൽ തറച്ചിട്ട് അത് തൻ്റെ രക്തത്താൽ മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് നിനക്ക് പാപമോചനം തന്നിട്ട് സാത്താനെ ബന്ധിച്ച് പരസ്യമായ കാഴ്ചയാക്കി പ്രദർശിപ്പിച്ച സ്വർഗീയ സ്നേഹത്തെ നിനക്ക് വിശ്വസിച്ചുകൊണ്ട് നിന്റെ ആയുസ് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പാദത്തിൽ അടിയറ വയ്ക്കാൻ നിനക്ക് മനസ്സുണ്ടോ മകനെ? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് അടിയറ വയ്ക്കുക. അവനായി നിന്നെ തന്നെ സമർപ്പിക്കുക. 5 അപ്പവും 2 മീനുമില്ല കർത്താവേ എൻ്റെ കയ്യിൽ. നിനക്ക് അവനോട് പറയാം, 5 അപ്പമില്ല 2 മീനില്ല. അന്ന് ബേത്സയിലെ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ 5 അപ്പമില്ല 2 മീനില്ല. തകർന്നു പോയൊരു ജീവിതമാണ്, കൊറിഞ്ഞു പോയ ജീവിതമാണ്, വാടിപ്പോയ ജീവിതമാണ്, സ്ഥിരതയില്ലാത്ത ജീവിതമാണ്, പലപ്പോഴും തീരുമാനമെടുത്തിട്ട് തളർന്നു പോയ ജീവിതമാണ്. ഇന്നിതാ ഈ ജീവിതം നിന്റെ പാദത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എൻ്റെ ദൈവമേ, നിന്റെ തിരുരക്തം പുരണ്ട പാദത്തിങ്കിലേക്ക് ഈ ആയുസിതാ ഞാൻ അടിയറ വയ്ക്കുന്നു. എന്നെ തന്നെ ഞാനിതാ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഞാനിതാ നിന്നോട് വാക്ക് പറയുന്നു കർത്താവേ. ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ നാഥ, ഇന്നു മുതൽ പാപമോചനം കിട്ടിയ ആ ഭാഗ്യാനുഭവത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന കർത്താവായ യേശുവിൻ്റെ ഒരു പുതിയ സൃഷ്ടിയായി ഞാനിതാ വരുന്നു. വീണ്ടും ജന്മത്തിൻ്റെ അനുഭവത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുന്ന സത്യാരാധനയുടെ പ്രതീകമായി ഈ ലോകത്ത് ജീവിപ്പാൻ, ഈ തലമുറയിൽ നിൽപ്പാൻ എന്നെ തന്നെ നിനക്ക് ഇതാ തരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, സ്നേഹവാനായ ജീവനുള്ള ദൈവമേ, ഈ മധുരമനോഹരമായ സമയത്തിനായി സ്തോത്രം. കൃപയുടെ നിറവിനായി സ്തോത്രം. സ്വർഗീയ സാന്നിധ്യത്തിനായി സ്തോത്രം. എൻ്റെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. നാഥ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ നിൻ്റെ പ്രിയപ്പെട്ടവരെ വാഴ്ത്തണമേ. നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ശിരസിൽ പൊന്നുകരം വെക്കണമേ. ആ തിരുരക്തം പുരണ്ട കരം ശിരസിൽ വെച്ച് ആശീർവദിക്കണമേ. പാപമോചനം നൽകണമേ. പാപക്കറകളെല്ലാം മായിച്ചു കളയണമേ, ഇല്ലായ്മ ചെയ്യണമേ. കർത്താവേ, പുതുജീവിതത്തിൻ്റെ പുത്തൻ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പുതു ഹൃദയം നൽകണമേ. രോഗബാധകൾ മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ശാപദോഷങ്ങൾ നീക്കണമേ. കുടുംബശാന്തി പകരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഗമനം സ്ഥിരമാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.